എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NUS+2 വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ. നമ്മൾ 2024 ഏപ്രിൽ എക്സാമിലേക്ക് വേണ്ടി സോഷ്യോളജി എന്ന മോഡൽ ക്വസ്റ്റ്യൻ, സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ നിന്ന് ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കുറേ ആവശ്യമില്ലാത്ത, അതായത് പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ വന്നിട്ട് അതിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതാനും അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കരുതി 26 മുതൽ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെയും പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് 16 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, അതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് എന്നുള്ളതല്ല, പ്രാധാന്യം കുറവ് പോലെ എനിക്ക് തോന്നി. അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദി യൂസ്ഫുൾനെസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച്. സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൽ ചരിത്രപരമായ രീതികളുടെ പ്രയോജനം വിവരിക്കുക എന്നുള്ളതാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള രീതി, ഹിസ്റ്റോറിക്കൽ മെത്തേഡിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് എന്തിനെക്കുറിച്ച് അറിയാൻ സാധിക്കും? ഭൂതകാലത്തെക്കുറിച്ച്. ഭൂതകാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലം അല്ലേ. അപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഉറവിടങ്ങളുടെ മൂല്യനിർണ്ണയത്തിലും അതുപോലെ പഠിച്ച കാലയളവിനെക്കുറിച്ചുള്ള വിശദമായ ഡേറ്റയ്ക്കായി ആധികാരിക ഉറവിടങ്ങളുടെ വിശകലനത്തിനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? അതിനെ ആശ്രയിക്കാനായിട്ട് കഴിയുന്നു. സാമൂഹിക സ്ഥാപനങ്ങളുടെ ഉത്ഭവം, വികസനം, പരിവർത്തനം എന്നിവയെക്കുറിച്ചുള്ള പഠനമൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? ചരിത്രപരമായ രീതികളിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗവേഷണത്തിൽ ചരിത്രപരമായിട്ടുള്ള രീതികൾ ഒരുപാട് പ്രയോജനം നമുക്ക് തരുന്നുമുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. ചരിത്രപരമായ രീതിയുടെ പ്രയോജനം എന്ന് പറയുന്നത് ഈ രീതി കൊണ്ട് എന്താണ്? ഭൂതകാലത്തെക്കുറിച്ച്, പാസ്റ്റിനെ കുറിച്ച് ഉള്ള വിവരങ്ങളുടെ ഉറവിടങ്ങളുടെ മൂല്യനിർണ്ണയത്തിനും അതുപോലെ ആ പഠിച്ച കാലയളവിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡേറ്റയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഉറവിടങ്ങൾ അല്ലെങ്കിൽ അതിനെ വിശകലനം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും എന്താണ്? സാമൂഹിക സ്ഥാപനങ്ങളുടെ ഉത്ഭവം, വികാസം അല്ലെങ്കിൽ വികസനം, പരിവർത്തനം, മാറ്റം, ഇവയെക്കുറിച്ചൊക്കെയുള്ള പഠനം ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. 2 മാർക്കിനാണ്. ഇത്രയും എഴുതിയാൽ മതി. 26ാമത്തെ ക്വസ്റ്റ്യൻ, അത് ഓപ്ഷണലാണ്. ക്വസ്റ്റ്യൻ 26ൽ എ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എക്സോഗമി ആൻഡ് എൻഡോഗമി. എന്താണ് എക്സോഗമി, എൻഡോഗമി? നമ്മൾ പഠിച്ചതാണ് അല്ലേ. എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് ബന്ധുത്വ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കുടുംബം പോലുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പിന് പുറത്തുനിന്ന് വിവാഹം കഴിക്കുന്നതാണ് എക്സോഗമി. എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം സാമൂഹിക ഗ്രൂപ്പിന് ഉള്ളിൽ നിന്നുള്ള വിവാഹത്തെയാണ് നമ്മൾ എൻഡോഗമി എന്ന് പറയുന്നത്. സാമൂഹിക ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം ഗോത്രമോ ജാതിയോ മതമോ ഒക്കെ ആകാം. അപ്പോൾ എൻഡോഗമി എന്ന് പറഞ്ഞാൽ സ്വന്തം ഗോത്രമോ ജാതിയോ മതമോ അങ്ങനെയുള്ള സ്വന്തം സാമൂഹിക ഗ്രൂപ്പിന് ഉള്ളിൽ നിന്നുള്ള വിവാഹവും. എക്സോഗമി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിന് പുറത്തു നിന്നുള്ള വിവാഹം കഴിക്കുന്ന ആചാരത്തെ നമുക്ക് എന്തെന്ന് പറയാം? എക്സോഗമി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി 27ൽ ബി, എക്സ്പ്ലെയിൻ ഹൗ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നോട്ട് ഫൗണ്ട് യൂണിവേഴ്സലി ഓൾദോ സം ഫോം ഓഫ് ഇൻഇക്വാലിറ്റി ഈസ് പ്രിവലൻറ്റ് ഇൻ ഓൾ സൊസൈറ്റീസ്. അതായത് ഇൻഇക്വാലിറ്റി മീൻസ് അസമത്വം. അസമത്വത്തിൻ്റെ ചില രൂപങ്ങൾ എല്ലാ സമൂഹങ്ങളിലും വ്യാപകമാണെങ്കിലും സാർവത്രികമായി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, എന്താണത്? സാമൂഹിക ശ്രേണീകരണം കണ്ടെത്താനാകാത്തത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുക. അതായത് അസമത്വത്തിൻ്റെ ചില രൂപങ്ങൾ എല്ലാ സമൂഹങ്ങളിലും വ്യാപകമാണെങ്കിലും സാർവത്രികമായി സാമൂഹിക ശ്രേണീകരണം കണ്ടെത്താനാകാത്തത് എങ്ങനെയാണ്
അതിനെക്കുറിച്ച് വിവരിക്കാനാണ്. എക്സ്പ്ലെയിൻ ഹൗ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നോട്ട് ഫൗണ്ട് യൂണിവേഴ്സലി ഓൾദോ സം ഫോം ഓഫ് ഇൻഇക്വാളിറ്റി ഈസ് പ്രിവലൻ്റ് ഇൻ അവർ സൊസൈറ്റീസ്. നോക്കാം. അധികാരം, സമ്പത്ത്, അന്തസ്സ് എന്നിവയുടെ വ്യക്തിഗത തലങ്ങളിലെ വ്യത്യാസങ്ങൾ ഗ്രൂപ്പ് തലത്തിലല്ല എല്ലാ സമൂഹങ്ങളിലും അസമത്വത്തിൻ്റെ സാർവത്രികതയെ സൂചിപ്പിക്കുന്നു. പക്ഷേ എന്തല്ല, വർഗീകരണത്തിനെയല്ല സൂചിപ്പിക്കുന്നത്. അപ്പോൾ അധികാരം, നമുക്കറിയാം അസമത്വം എന്ന് പറയുമ്പോൾ തന്നെ അത് എല്ലാവർക്കും തുല്യത ഇല്ലായ്മയാണല്ലേ, സമൂഹത്തിൽ സമത്വമില്ലായ്മ. അധികാരത്തിൻ്റെ ഭാവത്തിലാവാം, സമ്പത്തിൻ്റെ ഭാവത്തിലാവാം, ചിലർ സമൂഹത്തിൽ അന്തസ്സിൻ്റെ ആ രീതിയിലാകാം. ഇങ്ങനെയുള്ള വ്യക്തിഗത തലങ്ങളിലെ വ്യത്യാസങ്ങൾ ഗ്രൂപ്പ് തലത്തിലല്ലാതെ എല്ലാ സമൂഹങ്ങളിലും എന്ത് സൃഷ്ടിക്കുന്നുണ്ട്? അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അസമത്വത്തിൻ്റെ സാർവത്രികതയെ, യൂണിവേഴ്സാലിറ്റിയെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് വർഗീകരണത്തിൻ്റെ അല്ല സൂചിപ്പിക്കുന്നത്. ഇത്രയും എഴുതിയാൽ മതി. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ഇതൊക്കെ നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ജന്മനാ കിട്ടുന്ന പദവി അല്ലേ, അതായത് ആരോപിത പദവി എന്ന് പറയാം. അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേടിയെടുക്കുന്ന ആർജിത പദവി എന്നും പറയാം. അപ്പോൾ ഒരു വ്യക്തിക്ക്, അത് അവനായിക്കോട്ടെ അവളായിക്കോട്ടെ, അവരുടെ ജനനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കണക്കിലെടുത്താണ് ഏത് പദവി ലഭിക്കുന്നത്? നമുക്ക് ആരോപിത പദവി അല്ലെങ്കിൽ ആസൂത്രിത പദവി എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേസമയം ഒരു വ്യക്തി സമൂഹത്തിൽ നേടിയെടുക്കുന്ന, നമ്മുടെ കഴിവ് കൊണ്ടോ അങ്ങനെയൊക്കെ ഒരു വ്യക്തി സമൂഹത്തിൽ നേടിയെടുക്കുന്ന പദവിയാണ്, കഴിവ് കൊണ്ടൊക്കെ നേടിയെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആർജിത പദവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ഡു വിമൻ ആർ സബ്ജക്റ്റഡ് ടു എക്സ്പ്ലോയിറ്റേഷൻ ഡ്യൂ ടു വേരിയസ് സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസസ്. വിവിധ സാമൂഹിക സാംസ്കാരിക ആചാരങ്ങൾ കാരണം സ്ത്രീകൾ എങ്ങനെയെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാമല്ലേ, സമൂഹത്തിൽ ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അത് സാമൂഹികപരമായിട്ടായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എല്ലാ രീതിയിലും എന്ത് ചെയ്യപ്പെടുന്നു? സ്ത്രീകൾ സമൂഹത്തിൽ എപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിന് എന്താണ്, അവർ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ എവിടെയായാലും സ്ത്രീകൾ എല്ലാ സാമൂഹിക സാംസ്കാരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും സ്ത്രീകൾ എന്ത് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്? ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ആചാരങ്ങളുടെ പേരിൽ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദുരാചാരങ്ങളുടെ പേരിലായാലും പണ്ട് മുതൽക്കേ സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബലിയാടാക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ. സ്ത്രീധനത്തിൻ്റെ പേരിലായാലും ഇപ്പോൾ അതും ഒരു ആചാരം, ദുരാചാരം എന്ന് നമുക്ക് പറയാം. സ്ത്രീധനത്തിൻ്റെ പേരിലായാലും നേരത്തെ വിവാഹം കഴിപ്പിച്ചയക്കുക, അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കുക, ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഈ ഇങ്ങനെയുള്ള സാമൂഹിക ആചാരങ്ങളൊക്കെ കാരണം അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈലൈറ്റ് ദി റോൾ ഓഫ് നെയ്ബർഹുഡ് ആസ് ആൻ ഏജൻറ്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അതായത് നമുക്കറിയാം അയൽപക്കം എന്നുള്ളത് സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഒരു ഏജൻ്റാണെന്ന് പറയാം അല്ലേ. അതിനെക്കുറിച്ച് പറയാനാണ്. സാമൂഹിക നിയന്ത്രണത്തിൽ അയൽപക്കത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അയൽപക്കങ്ങൾ ഏകീകൃതവും അനുരൂപതയും ഉറപ്പാക്കുകയും വ്യതിചലിക്കുന്ന പെരുമാറ്റം ശരിയാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാമല്ലേ, നമ്മുടെ അയൽപക്കങ്ങൾ എപ്പോഴും നമ്മളെ കറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിട്ട് ഉള്ളതാണ്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആവേശത്തോടെ പങ്കാളിയാകുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഒരു മാധ്യമം എന്ന നിലയിൽ
അയൽപക്കം അതിൻ്റെ പങ്ക് നിറവേറ്റുന്നു. നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം ആവേശത്തോടെ പങ്കാളികളാവുന്നവരാണ് നമ്മളുടെ അയൽപക്കം എന്ന് പറയുന്നത്. അങ്ങനെ സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഒരു മാധ്യമം എന്ന നിലയിൽ അയൽപക്കം നമ്മളെ സ്വാധീനിക്കുന്നു, അതതിൻ്റെ പങ്ക് നിറവേറ്റുന്നു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. 2 പോയിൻ്റ് എഴുതിയാൽ മതി. 31ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കോസസ് ഓഫ് കറപ്ഷൻ ദാറ്റ് യു സീ ഇൻ പ്രസൻറ്റ് ടൈംസ്. നമ്മൾ അഴിമതി, നമ്മുടെ ചുറ്റും നമ്മൾ ധാരാളം അഴിമതികൾ കാണാറുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് കോസസ്, വ്യത്യസ്ത കാരണങ്ങൾ ഓഫ് കറപ്ഷൻ, അഴിമതിയുടെ വ്യത്യസ്ത കാരണങ്ങൾ നമുക്ക് ചുറ്റും കാണുന്ന, ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ഇപ്പോൾ കാണുന്ന, അതായത് എന്താണ് അഴിമതിയുടെ കാരണമെന്ന് പറഞ്ഞാൽ, അഴിമതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ അയാളുടെ സ്വന്തം താല്പര്യങ്ങൾക്കും അയാളുടെ സമ്പത്തിനുമൊക്കെ വേണ്ടിയിട്ട് പൊതുമുതലൊക്കെ വിനിയോഗിക്കുക അല്ലേ? ഏതെങ്കിലും ഒരു പദവിയിലിരിക്കുമ്പോൾ അത് ദുർവിനിയോഗം ചെയ്യുക, ഇതിനെയൊക്കെയാണ് നമ്മൾ അഴിമതി അല്ലെങ്കിൽ കറപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഴിമതിയുടെ കാരണങ്ങളെന്ന് പറയുന്നത് കൈക്കൂലിയുടെയോ കമ്മീഷൻ്റെയോ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ അതിനെ നിയമവിധേയമാക്കി മാറ്റുക. കൈക്കൂലിക്ക് വേണ്ടിയോ എന്തെങ്കിലും കമ്മീഷന് വേണ്ടിയോ ഒക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നിയമവിധേയമാണെന്നുള്ള രീതിയിൽ ആക്കി തീർക്കുന്നു അവർ. അതുപോലെ കൂടുതൽ സമ്പത്തും ഉപഭോക്തൃ വസ്തുക്കളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോഴും അവിടെ എന്ത് വരികയാണ്, അഴിമതി അല്ലേ? ജീവിതത്തിൽ സമ്പാദിച്ചതൊന്നും പോരാ എന്ന് തോന്നുക, കൂടുതൽ സമ്പത്തിലേക്ക് ആർത്തി ഉണ്ടാവുക, അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഉപഭോക്തൃ വസ്തുക്കളൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം, ഇതെല്ലാം അഴിമതിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, ജോലിയിൽ നിന്ന് ഉയർന്ന അഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന തൊഴിലിടത്തിൽ അവിടെ ഉയർന്ന പദവിയിലേക്ക് കുതിച്ച് ചാടുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ തിരിമറി അഴിമതിയൊക്കെ കാണിക്കാറുണ്ട് ചിലർ. സമൂഹത്തിൽ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അഴിമതി ചെയ്യാറുണ്ട്. സ്ത്രീധനം അത് നൽകാൻ വേണ്ടി അതും ഒരു അഴിമതിയായിട്ട് നമുക്ക് കണക്കാക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കാൻ, ഇങ്ങനെ നിരവധി അഴിമതികൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും 2 പോയിൻ്റ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. 31ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം എനി, ഇതെല്ലാം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. നമ്മൾ ഈ പറഞ്ഞത് ഈ 26 മുതൽ 31 വരെയും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. 31ാമത്തേതിൽ ഓപ്ഷൻ ഉണ്ട്. 31ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് ഞാൻ പറയുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി, നെയിം എനി 5 സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അതായത് ജനസംഖ്യാ വിസ്ഫോടനം, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട നെയിം എനി 5 സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്, 5 സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട, പോപ്പുലേഷൻ എക്സ്പ്ലോഷനുമായിട്ട് ബന്ധപ്പെട്ടത് എഴുതാനായിട്ടാണ്. നോക്കാം എന്തൊക്കെയാണ്. അതായത് ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് സമൂഹത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ, തൊഴിൽ സാഹചര്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല അല്ലേ? നമുക്ക് മതിയായ പാർപ്പിട സൗകര്യം, അത് തന്നെയാണ് ഒന്നാമത്തേത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യത്തിന് പാർപ്പിട സൗകര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വീട്, നമുക്ക് താമസിക്കുന്ന ഷെൽട്ടർ, അത് ലഭിക്കാതെ വരുന്നു. പിന്നെന്താണ്, ദാരിദ്ര്യം ഉണ്ടാവുന്നു അല്ലേ? ജനസംഖ്യാ വിസ്ഫോടനത്തിലൂടെ ജനസംഖ്യ ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ നമുക്ക് ദാരിദ്ര്യം, നിരക്ഷരത, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാത്ത അവസ്ഥ വരുന്നു. താഴ്ന്ന ജീവിത നിലവാരം അല്ലേ, ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവാതെ വരുന്നു. എല്ലാവർക്കും നല്ല രീതിയിലുള്ള പൊസിഷനിലൊന്നും എത്തിച്ചേരാൻ സാധിക്കില്ല. തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു, പോഷകാഹാരക്കുറവുണ്ടാകുന്നു, ആരോഗ്യമില്ലായ്മ, അതുപോലെ ജീവിക്കാനുള്ള നമ്മുടെ ചുറ്റുമുള്ള വിഭവങ്ങളുടെ അപര്യാപ്തത, അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാതെ വരുന്നു. അതുപോലെ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റങ്ങൾ അല്ലേ, ജനസംഖ്യ ഇങ്ങനെ കൂടുമ്പോൾ ജനങ്ങൾ കുടിയേറി പാർക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, ആർക്കും ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിൽ വരെ എന്ത് ചെയ്യുന്നു, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. ഇതും 2 മാർക്കിനാണ്, ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഇത്രയൊക്കെ ഏതിന് കാരണം, ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ മുഖേന ഉണ്ടാകുന്ന സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസിൽ വരുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നോക്കാം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ 32, ഡിസ്ക്രൈബ് ഹൗ സോഷ്യോളജി ആസ് എ സബ്ജക്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഹിസ്റ്ററി.
എങ്ങനെയാണ് സോഷ്യോളജി ഒരു ഹിസ്റ്ററി എന്ന സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്ററി, സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം, ആന്ത്രോപോളജിയും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, നമ്മുടെ സൈക്കോളജി, ഇതുമായിട്ടൊക്കെയുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചില്ലേ. അതുപോലെ ആ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ 3 മാർക്കിന്. സോഷ്യോളജി ഒരു സബ്ജക്റ്റ് എന്ന നിലയിൽ എങ്ങനെയാണ് ഹിസ്റ്ററിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? നമുക്കറിയാം, ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള പഠനമാണ് അല്ലേ. അപ്പോൾ ചരിത്രകാരന്മാരെപ്പോഴും മനുഷ്യ സമൂഹത്തെക്കുറിച്ച് അപൂർവമായി സാമാന്യവൽക്കരിക്കുന്നു അല്ലേ. അതേസമയം സാമൂഹ്യ ശാസ്ത്രജ്ഞരാണെങ്കിൽ അവർ പ്രസൻറ്റ്, ഇന്നത്തെ കാലത്ത് എന്താണോ നടക്കുന്നത് അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ടും അന്വേഷിക്കുന്നത്. ചരിത്രകാരന്മാർ ഭൂതകാലത്തെയും ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം വർത്തമാനകാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ചരിത്രമെന്ന് പറയുന്നത് കറക്റ്റ് എവിഡൻസ്, തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അല്ലേ. പണ്ട് മുതലേ ഉള്ള നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നതാണ് ചരിത്രം. അതുപോലെ സോഷ്യോളജി എന്നത് ഒരു താരതമ്യവും നിരീക്ഷണപരവും സാമാന്യവൽക്കരിക്കുന്നതുമായിട്ടുള്ളൊരു ശാസ്ത്രമാണെന്ന് നമുക്ക് പറയാം. പ്രമാണങ്ങളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചരിത്രം എന്ന് പറയുന്നത്. എല്ലാ തെളിവുകളും നിരത്തി അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ക്ലിയറായിട്ട് പറയുന്നത്. അതാണ് ചരിത്രം. സോഷ്യോളജി എപ്പോഴും താരതമ്യം ചെയ്യലും നിരീക്ഷണപരവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ എഴുതാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് 33ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് കേസ് സ്റ്റഡി ആസ് എ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷനിൽ കേസ് സ്റ്റഡി നമ്മൾ പഠിച്ചതാണല്ലോ, വിവിധതരം ഡേറ്റ കളക്ഷനെ കുറിച്ച്. അതിൽ കേസ് സ്റ്റഡി എങ്ങനെയാണ് ഡേറ്റ കളക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്നുള്ള നിലയിൽ. അപ്പോൾ ഒരു വ്യക്തിഗത കേസിൻ്റെ വിശകലനത്തിലൂടെ സാമൂഹിക പ്രതിഭാസങ്ങളെ പഠിക്കുന്നതിനുള്ള രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കേസ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കേസിൻ്റെ വിശകലനത്തിലൂടെ സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുക, അതാണ് കേസ് സ്റ്റഡി. അപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ പഠിക്കേണ്ടുന്ന, വിഷയമാക്കേണ്ടുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും ശേഖരിക്കുകയും കേസിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് കേസുമായിട്ട് വിവിധ വസ്തുതകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു പഠന രീതി അല്ലെങ്കിൽ ഒരു ഏകീകൃത രീതിയാണ് എന്തെന്ന് പറയുന്നത്, കേസ് സ്റ്റഡി എന്ന് നമുക്ക് പറയാം. അപ്പോൾ കേസ് സ്റ്റഡി അങ്ങനെ ഒരു മെത്തേഡ്, രീതി തന്നെയാണ്. ഒരു വ്യക്തിഗത കേസിൻ്റെ വിശകലനത്തിലൂടെ സാമൂഹിക പ്രതിഭാസങ്ങളെ പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അത് കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും ശേഖരിക്കുകയും കേസിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊരു കേസുമായിട്ട് വിവിധ വസ്തുതകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു ഏകീകൃത ഒരു രീതിയിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. നെക്സ്റ്റ് 34ാമത്തെ ക്വസ്റ്റ്യനാണ്. 34ാമത്തേത് എന്താണ് മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദി കോൺസെപ്റ്റ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്ലാസ്. ജാതിയും അതുപോലെ ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം. ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പ്രത്യേക സമൂഹത്തിലെ ഒരു സാമ്പത്തിക പദവി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പദവിയെ നിർവചിക്കുന്നതിനാണ് നമ്മൾ ക്ലാസ് അല്ലെങ്കിൽ വർഗം എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അതേസമയം കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ജന്മനാ ചാർത്തപ്പെടുന്നതാണ് അല്ലേ. ഒരു ജാതിയിൽ ജനിക്കുക എന്ന് പറയുന്നത് നമുക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്നതാണ്. ഒരിക്കലും ഞാൻ ജീവിച്ചു പോകുന്ന ഒരു ജാതിയിലോ മതത്തിലോ, അപ്പോൾ തൊട്ടടുത്ത ദിവസം ഞാൻ വിചാരിക്കുകയാണ് എനിക്കിനി ഈ ജാതി വേണ്ട, അല്ലെങ്കിൽ എനിക്കിനി ഈ മതത്തിൽ വേണ്ട എന്ന് വിചാരിച്ചാൽ എനിക്ക് തൊട്ടടുത്ത ദിവസം മറ്റൊരു ജാതിയാകാൻ കഴിയുമോ? ഇല്ല. നമുക്ക് ലഭിക്കുന്ന ജാതി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ പേരൻസ്, നമ്മുടെ ഫാമിലി, ഇതിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ജന്മം കൊണ്ട് ലഭിക്കുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം. അതേസമയം ക്ലാസ് എന്ന് പറയുന്നത് അതൊരു സാമ്പത്തിക പദങ്ങളിൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് പിന്നീട് ഒരു വർഗത്തിലേക്ക് ചാർത്തപ്പെടുന്നതാണ്. പക്ഷേ ജാതി എന്ന് പറയുന്നത് ജന്മനാ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ജന്മം കൊണ്ട് നേടുന്നതാണ് ജാതി. ഓക്കെ. ഇനി
35ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ 3 മാർക്കിൻ്റേതാണ്. 32ാമത്തേത് 33, 34, ഇനി 35. ഇതെല്ലാം 3 മാർക്കിൻ്റേതാണ്. 35 ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതിൽ എ ആണ്. വാട്ട് ആർഗ്യുമെൻറ്റ്സ് വുഡ് യു ചൂസ് ടു ക്ലാരിഫൈ ദി സോഷ്യലൈസേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിൽ എങ്ങനെയാണ് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം ഒരു വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാമൂഹ്യവൽക്കരണം ഒരു വ്യക്തിയുടെ വികാസത്തിൽ അല്ലെങ്കിൽ വ്യക്തിത്വ വികസനത്തിൽ ഒരുപാട് പങ്ക് വഹിക്കുന്നു. അതിനെക്കുറിച്ച് പറയാനാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിൽ സാമൂഹ്യവൽക്കരണം വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായും ഇടപഴകുന്നതിലൂടെ സ്നേഹം, വികാരങ്ങൾ, മൂല്യങ്ങൾ ഇതൊക്കെ നമുക്ക് ആന്തരികവൽക്കരിക്കുന്നതിന് സാമൂഹ്യവൽക്കരണ പ്രക്രിയ ഒരു കുഞ്ഞിനെ സഹായിക്കുന്നു. അതായത് നമ്മുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയ ആരംഭിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരുമായിട്ടും നമ്മുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹമുണ്ട്, കരുതൽ, വികാരം, മൂല്യങ്ങൾ ഇതെല്ലാം നമ്മളെ ആന്തരികവൽക്കരിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ പ്യൂരിഫൈ ചെയ്യുന്നതിന് ഈ സാമൂഹ്യവൽക്കരണ പ്രക്രിയ ഒരു കുഞ്ഞിനെ സഹായിക്കുന്നു. പിന്നെന്താണ്, ഈ സോഷ്യലൈസേഷൻ എന്ന പ്രക്രിയയിൽ ഒരു കുട്ടി വ്യത്യസ്ത റോളുകൾ ചെയ്യാനും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പദവികൾ, അവകാശങ്ങൾ, കടമകളൊക്കെ നിർവഹിക്കാനും പഠിക്കുന്നു. അപ്പോൾ അതും സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു കുഞ്ഞിനെ വ്യത്യസ്ത റോളുകൾ ചെയ്യാൻ അല്ലേ, ഒരു കുഞ്ഞിലെ ഒരു മകനാണെങ്കിൽ മകൻ എന്ന റോള്, ഒരു സഹോദരനാണെങ്കിൽ സഹോദരൻ എന്നുള്ള റോള്, ഇനി അവനൊരു പേരക്കുട്ടിയാണെങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശിയോടുമുള്ള റോള്, ഇങ്ങനെ പല പദവികളും അവകാശങ്ങളും കടമകളും ഒക്കെ വഹിക്കാൻ ഒരു കുട്ടി ഈ സോഷ്യലൈസേഷനിലൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ സ്കൂളുകൾ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സമപ്രായത്തിലുള്ളവരുടെ ഗ്രൂപ്പുകൾ, അങ്ങനെ ആ പിയർ ഗ്രൂപ്പുമായിട്ടും അവൻ്റെ അധ്യാപകനുമായിട്ടും ഒക്കെ ഇടപഴകുമ്പോൾ ഈ റോളുകൾ അവരവർക്ക് നടപ്പിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടുന്ന റോളുകൾ അത് കൃത്യമായിട്ട് ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടർന്ന് പതുക്കെ എന്ത് ചെയ്യുന്നു, അവൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ആ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലൂടെ ആ കുട്ടി സ്വയം തിരിച്ചറിയുന്നു. അങ്ങനെ സമൂഹത്തെയും പൊതുസമൂഹത്തെയും ഒക്കെ തിരിച്ചറിയാനും ആ കുട്ടിയുടെ പെരുമാറ്റത്തെയൊക്കെ നിയന്ത്രിക്കാനും ഈ സാമൂഹ്യവൽക്കരണം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ എഴുതാനായിട്ടുള്ളത്. ഇനി 35 നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ നിയന്ത്രണം. നമ്മുടെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, ഫോർമലായിട്ടുള്ളത് ഇൻഫോർമലായിട്ടുള്ളതുമായി അങ്ങനെയുള്ള സാമൂഹ്യ നിയന്ത്രണം അതിനെക്കുറിച്ച് എഴുതാനായിട്ടുള്ളതാണ് 35 ബി എന്ന് പറയുന്നത്. നോക്കാം. സാമൂഹ്യ നിയന്ത്രണം അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് അത് പ്രയോഗിക്കുന്ന ഗ്രൂപ്പിനോ സമൂഹത്തിനോ പ്രത്യേകമാണ്. കുടുംബം കൂടാതെ അയൽപക്കം, ബന്ധുക്കൾ തുടങ്ങിയ മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളും അനൗപചാരികമായിട്ടുള്ള സാമൂഹിക നിയന്ത്രണം നമ്മളുടെ മേൽ നടപ്പിലാക്കാറുണ്ട് അല്ലേ. അതിൽ ഗ്രൂപ്പ് വരാം, വംശം, ഗ്രാമം, ഇതെല്ലാം അതിൽ ഉൾപ്പെടാവുന്നതാണ്. ഇനി വ്യക്തികൾ നമ്മൾ ഫോർമലായിട്ടുള്ളത്, അതായത് നമ്മൾ അനുസരിച്ച് ജീവിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ടല്ലേ. നമ്മൾ സമൂഹത്തിൽ ചിലതെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മൾ അനുസരിച്ച് ജീവിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ആചാരങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുറേ ആചാരങ്ങൾ, ഫോക്ക് വേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ സ്ഥാപിതമായിട്ടുള്ള ദീർഘകാല സമ്പ്രദായങ്ങളാണ്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അനുസരിച്ച് ജീവിക്കുന്നു. ഫോർമലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ വിശുദ്ധ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, നമ്മുടെ മതം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുന്നു. ഇനി അതുപോലെ തന്നെ എന്തുകൊണ്ട് ഔപചാരികം അല്ലാത്തത് അല്ലേ, അങ്ങനെ
ഔപചാരികമല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പം ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ സാമൂഹ്യ നിയന്ത്രണത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള കാര്യങ്ങൾ അവയിൽ ചിലതിനെ എന്ത് ചെയ്യുന്നു, അനുസരിച്ചും അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടും തന്നെയാണ് ജീവിക്കാറുള്ളത്. ഫോർമലായിട്ടുള്ളതും ഇൻഫോർമലായിട്ടുള്ളതും സാമൂഹ്യ നിയന്ത്രണത്തിൽ ഒരുപാട് പങ്ക് വഹിക്കുന്നവയാണ്. നമ്മൾ പ്രകൃതി നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലേ, നമുക്ക് ചുറ്റുമുള്ള അറിവ്, ധാർമ്മികത, ജനാധിപത്യം, മതേതരത്വം, അതുപോലെ തുല്യത, ദേശീയ ലക്ഷ്യങ്ങൾ, ഏകീകൃതമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഫോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ. അതേസമയം നമ്മൾ പറയില്ലേ നാടോടിക്കഥകൾ പോലുള്ള ഫോക്ക് വേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെന്താണ്, ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഫോർമലായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നവയും ആണ്. ഓക്കെ, ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, 36 മുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 26 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ആർക്കെങ്കിലും അഡ്മിഷനോ ട്യൂഷനോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. എല്ലാവരും ചോദിക്കും, ഞങ്ങൾ വേറെ ജില്ലയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് ഏത് ജില്ലയിലിരുന്നും ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം, കോഴ്സ് അറ്റൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ.